നമ്മൾ ആരെടുത്തായിരിക്കുന്നത്? ഒരു യേശുവിൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് അപ്പൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ വചനം ഇങ്ങനെ പറയുന്നു, കൊരിന്ത്യർ സഭയോട് പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാതിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ഇന്ന് നിങ്ങളെ ഉറപ്പിക്കാൻ പോവുകയാണ്. അവസാനത്തോളം ദൈവസന്നിധിയിൽ ഉറയ്ക്കണം. നിങ്ങൾ ഇവിടെ ഉറച്ചാൽ മാത്രമേ ഒരു ദൈവരാജ്യത്തിലോട്ട് പോകാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ഉറപ്പിക്കുന്ന ആടി ഉലയുന്ന തോണി ഇങ്ങനെ കാറ്റത്ത് തോണി ഇങ്ങനെ അലയുകയാണ്. ഒരു ഉലച്ചില്, ഒരു സംശയം. നമ്മൾ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും സംശയങ്ങൾ ഇന്നും എല്ലാവരും ഉണ്ട്. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് നമുക്ക് അനുഗ്രഹം കിട്ടുമോ? രോഗസൗഖ്യം കിട്ടുമോ? നമ്മളെ പ്രശ്നങ്ങൾ മാറുമോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ വചനം പറയുന്നു, നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാളിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരാകേണ്ടതിന് അവൻ നിങ്ങളെ കുറ്റമില്ല. ഇന്ന് നമ്മുടെ ബലഹീനങ്ങളെല്ലാം ഏറ്റു പറയണം. ഇന്നലെ വരെ നിങ്ങൾ പോയതും ചിന്തിച്ചും പ്രവർത്തിച്ചതും വാങ്ങൽ കൊടുക്കൽ എല്ലാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് അപ്പൻ്റെ സന്നിധിയിൽ നല്ലതാവണം. നമ്മൾ നല്ലതാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ നല്ലതാവണം. ഇന്ന് നമ്മൾ മോശമെന്ന് പറയരുത്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരല്ലേ എന്നെക്കുറിച്ച് പറയാണ്, അല്ലെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയാണ്, ഇത് മോശമാണ്. ദൈവമക്കളെ, ഇന്നലെ വരെയും നിങ്ങൾ സഞ്ചരിച്ച പാതകളെ വിട്ട്, ഇന്നലെ വരെയും പോയ വഴികളെ വിട്ട് നിങ്ങൾ തിരിച്ച് അപ്പൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കയറി നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമേ വന്നുപോയി എല്ലാ ബലഹീനതകളും ഏറ്റു പറഞ്ഞ് ആമേ കുറ്റമില്ലാത്തവരായി തീരേണ്ടതിന്. എന്നാൽ കുറ്റമുണ്ട് അല്ലേ? മനുഷ്യൻ നോക്കുന്നുണ്ടെങ്കിൽ കുറ്റമുണ്ട് അല്ലേ? കുറ്റമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റുന്നില്ല. എന്തുകൊണ്ട്? കുറ്റങ്ങളുണ്ട്. അഥവാ പറഞ്ഞ നിങ്ങൾ അവസ്ഥ ദൈവസന്നിധിയിൽ കുറ്റമില്ലാതെ ആകേണ്ടതിന് നിങ്ങൾ ആമേ ഹല്ലേലൂയ, നിങ്ങൾ ആമേ അത് മാറിപ്പോകേണ്ടതിനും കുറ്റമില്ലാതെ തീരുന്നതിന് അവിടുത്തെ രക്തം നമ്മളെ മേൽ കഴുകും. യേശുവിൻ്റെ രക്തമാണ് നമ്മളെ കുറ്റങ്ങളെ, പാപത്തെ മറയ്ക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. മനസ്സിലായ? പാപം ക്ഷമിച്ചും ലംഘനം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഇന്ന് മുതൽ എനിക്കൊന്ന് നന്നാവണമെന്ന് തീരുമാനമെടുക്കേണ്ടത് പാസ്റ്ററല്ല, തീരുമാനമെടുക്കേണ്ടത് വ്യക്തികളാണ്. ഹല്ലേലൂയ. എനിക്കിന്നൊരു അനുഗ്രഹം വേണം, എനിക്കൊരു വിടുതൽ വേണം. ആമേ ഹല്ലേലൂയ. ഇന്നലെ വരെ നിങ്ങളെ നോക്കി സമൂഹം പറയുന്ന ഒന്നും നോക്കരുത്. നിങ്ങളെക്കുറിച്ച് എഴുതി വെച്ചത് പിശാച് ഇന്നലെക്കുറിച്ച് നിന്നെക്കുറിച്ച് എഴുതിയ പാപത്തെ വലിയ അക്ഷരത്തിൽ ചുവപ്പിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നീ ഏറ്റു പറയുമെങ്കിൽ ദൈവം അത് മായ്ച്ചു കളയും. ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഈ പടി കയറുന്നവരെ നിന്നെക്കുറിച്ച് എഴുതി വെച്ചിരുന്നു. നീ മോശമാണ് അല്ലേ? നിന്നെ കയറ്റി ഇരുത്താൻ പറ്റത്തില്ല, കൂട്ടത്തിരിക്കാൻ പറ്റത്തില്ല, കൂട്ടത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നീ വളരെ മോശമാണ്, വിശ്വസിക്കാൻ പറ്റത്തില്ല, അവൻ കള്ളനാണ്, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാ കുറ്റവും തെറ്റുകളും കുറ്റങ്ങളും വിശ്വസിക്കുന്ന ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് എടുത്തു മാറ്റി ഇന്ന് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ എൻ്റെ പാപത്തെ ഒന്ന് മറച്ച് കളയണം, പാപത്തെ അഴിച്ച് കളയണം, അവിടുത്തെ രക്തത്താൽ ഒന്ന് കഴുകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇന്ന് കരം അടിച്ച് ശൈത്യോടെ മഹത്വം കൊടുത്താട്ടെ. ശത്രു കുറ്റം കണ്ടുപിടിക്കും. ഹല്ലേലൂയ. എന്നാൽ ഈ കുറ്റമില്ലാതാകേണ്ടതിന് ഇന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കണം. അപ്പൻ്റെ സന്നിധിയിൽ നമ്മൾ ഉപേക്ഷിക്കണം. ആമേ, നമ്മുടെ പാപത്തെ നമ്മൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാവണം. ഇത് വചനം കേൾക്കുന്ന ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ ഇന്ന് പറയണം, ഞാൻ ഇനി പാപം ചെയ്യത്തില്ല, ദൈവത്തിനെതിരായിട്ട് കുറ്റം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ആമേ നിന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കത്തക്ക വണ്ണം, നിന്റെ ഹൃദയത്തിന്റെ വിശ്വാസ അളവ് വർദ്ധിപ്പിക്കത്തക്ക വണ്ണം ഇന്ന് എത്ര പേര് അത് ഏറ്റെടുത്ത് അത് ചെയ്യും. കർത്താവേ, ദൈവത്തെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, ദൈവനാമം ഒരിക്കലും ആമേ അത് ദുഷിക്കപ്പെടുന്ന ഒരിക്കലും പ്രവർത്തിക്കത്തില്ല എന്ന് പറയത്തക്ക വണ്ണം ഒരാത്മഭാരവും കുറ്റബോധവും നമുക്കുണ്ടാവണം. നമുക്കൊരു കുറ്റബോധം ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? നിന്നെ വഴിതെറ്റിക്കുവാൻ, നിന്നെ കുറ്റമുണ്ടാക്കുവാൻ നിന്റെ കൂട്ടുകാർ,
നിന്റെ കൂട്ടുകാർ നിന്നെ വഴിതെറ്റിക്കും. ഈ കൂട്ടുകെട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും കൂട്ടുകെട്ടുകൾ എത്തിക്കുന്നത് മരണത്തിലോട്ടാണ്. ആമേ, കൂട്ടുകെട്ടുകൾ പലപ്പോഴും എവിടെ എത്തിക്കും? ജയിലിലെത്തിക്കും. കൂട്ടുകെട്ടുകൾ പോലീസ് സ്റ്റേഷനിലെത്തിക്കും. കൂട്ടുകെട്ടുകൾ നിന്റെ പഞ്ചായത്ത് നിന്ന് നിന്നെ അടിച്ചിറക്കും. കാര്യം, ഒരവസരം കിട്ടുമ്പോൾ നീ ചെയ്തില്ലെങ്കിലും നിന്റെ കൂട്ടുകാർ നിന്റെ തലയിൽ വെച്ച് തരും. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നിന്നെ എങ്ങനെയെങ്കിലും മോശമാക്കുവാൻ നീ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിന്റെ പേരിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഹല്ലേലൂയ, നമ്മുടെ പേര് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ശത്രു നോക്കുമ്പോൾ അത് പറയണം, കുറ്റമില്ലാതെ ആകേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കുക. ഞാൻ അവസാനത്തോളം ഈ ലോകത്തിന്റെ പാപത്തെ വിടാതെ എൻ്റെ ദൈവം ഉറപ്പിക്കുക. കൊരിന്ത്യർ സഭയെ ദൈവം ഉറപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഉറപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് ദൈവം ഉറപ്പിക്കണം. ഇന്ന് പലതിനെ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഉറച്ച സ്ഥലത്ത് മാത്രമേ നമ്മളെ വിശ്വാസത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റൂ. ഉറപ്പില്ലാത്ത സ്ഥലത്ത് നിൽക്കാൻ പറ്റുമോ? ഒരു വീട് വെക്കണമെങ്കിലും നല്ല ഉറപ്പുണ്ടായിരിക്കണം, അല്ലേ? നല്ല വാനം, നല്ലപോലെ അടിസ്ഥാനം നല്ല കുഴിക്കണം, അല്ലെ? ഫൈലിംഗ് ചെയ്യണം, കമ്പിയും മെറ്റലും സിമെന്റും എല്ലാം കൂടി ഇട്ട് നല്ല ഉറപ്പിക്കണം. അല്ലെ ഉറപ്പിച്ചാൽ മാത്രമേ നല്ലൊരു വീട് പണിയാൻ പറ്റൂ. അല്ല, ഉറപ്പിക്കാത്തടത്ത് ഒരു കാരണവശാലും ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കണം. ഇതിനകത്ത് വരുമ്പോൾ നിന്റെ വിശ്വാസത്തെ ആഴത്തിലോട്ടൊന്ന് ഉറപ്പിക്കത്തക്ക വണ്ണം നിന്റെ ഹല്ലേലൂയ ഇന്നൊരു ബിൽഡിംഗ് പണിയുന്നതിന് ഉപരിയായിട്ട് നിന്റെ വിശ്വാസത്തെ ആഴത്തിലോട്ടൊന്ന് ഉറപ്പിക്കത്തണം. നീ ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് ആഴത്തിലോട്ടൊന്ന് ഉറപ്പിക്കുക. ഈ ദൈവത്തെ വിട്ടു പോകത്തില്ല, ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കത്തില്ല, അപ്പൻ്റെ സന് വിട്ടു പോകത്തില്ല, ഈ ലോകപ്രകാരം ഞാൻ പോകത്തില്ല. ദൈവം പറയുന്ന വഴിയിൽ നടക്കത്തക്ക വണ്ണം എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് ദൈവകരങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി പൂർണ്ണമായി ഒരു ദൈവ പ്രവർത്തിക്കൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുകയും അത് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക് നിങ്ങളെ കയറ്റാൻ പോകുകയാണ്. അടുത്ത ദൈവമേ ഉറയ്ക്കുന്ന അടുത്ത് മാത്രമേ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കത്തുള്ളൂ. ആടി ഉലയുന്നിടത്ത് പറ്റത്തില്ല, അവിശ്വാസത്തിൽ പ്രവർത്തിക്കത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരണമെങ്കിൽ നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമുക്കൊരു ഉറപ്പില്ല എങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഇന്ന് രാഷ്ട്രീയക്കാരന്മാരുടെ ഉറപ്പല്ല, നമുക്ക് ആത്മീയ കാര്യത്തിന് വേണ്ടി നല്ലൊരു ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് കഴിഞ്ഞാൽ, ഞാൻ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ യേശുവിന്റെ മകനായിട്ട് മോളായി തീർന്നു കഴിഞ്ഞാൽ എനിക്കൊരു അനുഗ്രഹം കിട്ടുമെന്നോ ഒരു വിടുതൽ വരുമെന്നോ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എനിക്കൊരു മാറ്റം വരും. ആരിൽ ഉറച്ചിരിക്കണം? പാസ്റ്ററല്ല ഉറച്ചിരിക്കേണ്ടത്, യേശുവിൽ ഉറച്ചിരിക്കണം. യേശുവിൽ ഉറച്ചിരുന്നാലേ പാസ്റ്ററിൽ വിശ്വസിക്കുകയുള്ളൂ. യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണം. ആരെയും നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ നിങ്ങളെ വിശ്വാസം തന്നെ പറിച്ചു മാറ്റുവാൻ, അല്ലെ, വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പലരും സംസാരിക്കും. നമ്മൾ ഇറങ്ങുമ്പോൾ ഈ സമൂഹം അങ്ങനെയാണ്. പലതിനെ ചൂണ്ടിക്കാണിച്ചിട്ട്, യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കുറ്റം പറയുന്ന രീതിയിൽ ഇന്ന് മാറുമ്പോൾ ഇന്ന് നമ്മൾ അതെല്ലാം അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാതെ ദൈവം നമ്മളെ വിളിച്ച വിളി അനുസരിച്ച്, കൃപയ്ക്ക് അനുസരിച്ച്, കർത്താവേ എന്നെ നീ ഉറപ്പിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ അനുഭവിക്കണം. ഇന്ന് നിങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ ദൈവത്തെ അനുഭവിച്ചു ജീവിക്കണം. അതിനകത്ത് അപ്പൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവണം. ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്ഭുതങ്ങൾ നടക്കുമ്പോൾ മാത്രമല്ല അനുഭവം വരേണ്ടത്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു നല്ലൊരു ഉറപ്പുണ്ടാവണം. നമ്മളെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു നല്ലൊരു തീരുമാനം ഉണ്ടായിരിക്കണം. അപ്പൻ്റെ സന്നിധിയിൽ വിട്ട് ഇന്ന് പലരും ഹല്ലേലൂയ ക്രിസ്ത്യാനികളായിട്ടിന്ന് ഹല്ലേലൂയ ദൈവത്തെ രുചിച്ചറിയാത്തവരല്ല, രുചിച്ചറിഞ്ഞവരാരും വിട്ടുപോകില്ല. കാര്യം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി വരുന്നവർ അവർ സാഹചര്യത്തിന് അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മാറി മാറി ഉറപ്പിക്കുന്ന പോലെ ദൈവസ്ഥൽ നിന്ന് കഴിഞ്ഞാൽ, ആത്മീയ കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവസാനത്തോളം നിൽക്കണം, മാറിപ്പോകരുത്. ഹല്ലേലൂയ. ഒരിക്കലും മാറിപ്പോകാതെ നമ്മൾ ഉറപ്പിക്കണം. വചനം പറയുന്നു, കൊരിന്ത്യർ സഭയെ ദൈവം ഉറപ്പിക്കും. ആടി ഉലയിൽ നിന്നെ ഉറപ്പിക്കും. ഈ വർഷം ദൈവം നിന്നെ ഉറപ്പിക്കും. ആദ്യം നമ്മുടെ അനുഗ്രഹത്തിന്റെ ആദ്യത്തത് ഒരു ഉറപ്പിക്കലാണ്.
എന്നുവെച്ചാൽ നമ്മൾ ഉറച്ച് നിൽക്കണം. ഒരു ദൈവമായുള്ളൊരു ഉറപ്പ് വന്നിട്ട് പറയുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവമേ, നിങ്ങളെ വിളിക്കാതെ ഒന്നും ഇതിനകത്ത് ആരും വരൂല, അല്ലേ? ഈ ദേശത്തെ ദൈവം എന്നെയും വിളിച്ചതുകൊണ്ടാണ് ഞാനും വന്നത്. നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ. ദൈവം വിളിച്ചത് കൊണ്ടും വിളിച്ച് വേർതിരിച്ചത് കൊണ്ടും നമുക്കൊരു കൂട്ടായ്മ തന്നിട്ടുണ്ട്. ആദ്യം ദൈവം ഉറപ്പിക്കും, ഒരു കൂട്ടായ്മ ഉണ്ട്. ദൈവം ഈ കൂട്ടായ്മ ദൈവം നിർത്തിയ സ്ഥലത്ത് നിന്നും ഒരു കാരണവശാലും നമുക്കൊരു സഭ തന്നു കഴിഞ്ഞാൽ, ഞാനിന്ന് അല്പം നിങ്ങളെ കയറ്റി പറയാം, ഒരു സഭ നമുക്ക് തന്നാൽ സഭ വിട്ടു പോകരുത്. ഒരു ബന്ധമുണ്ടാവണം. ഈ ഓടി നടന്ന് ചിലർ വെള്ളം തളിക്കുന്ന പോലെ തളിക്കരുത്. ഇന്ന് ഈ സഭയിൽ, അടുത്ത ആ സഭയിൽ, അടുത്ത അപ്പുറത്ത്, പക്ഷെ ഉറച്ച സഭയിൽ മാത്രമേ വേര് മുളയ്ക്കൂ. വചനമുണ്ട്, വിത്തിട്ട് കഴിഞ്ഞാൽ ആ വിത്ത് അതിനകത്ത് അനങ്ങാതിരിക്കണം. അനങ്ങാതെ ഉറപ്പോട്ടിരുന്നാൽ മാത്രമേ വേര് ആഴത്തിലോട്ട് പോകുള്ളൂ. ഈ വേര് ആഴത്തിലോട്ട് പോയാൽ മാത്രമേ മരത്തിന് നല്ല ഉറപ്പിട്ടു. ഈ മരങ്ങൾ, റോട്ടിൽ കിടക്കുന്ന മരങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില മരങ്ങളൊക്കെ വണ്ടിയൊക്കെ മുടക്കി ഇങ്ങനെ കിടന്നുണ്ടോ? മരങ്ങളും ചില വീടുകളൊക്കെ പറന്നു പോകുന്നുണ്ടോ? ഉറപ്പില്ലാതെ ഷീറ്റൊക്കെ ഇടുമ്പോൾ ഷീറ്റൊക്കെ പറന്ന് അടുത്ത വീട്ടിൽ ചെന്നിരിക്കും, അല്ലേ? ചിലതൊക്കെ ഇടിഞ്ഞൊക്കെ തകരുന്നു പോകും. ചിലപ്പോ അതാണ് ഉറപ്പില്ലാത്തത്. കാറ്റ് വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ, ഒരു കഷ്ടത വരുമ്പോ അത് തകർന്നു പോകുന്നുണ്ട്. ഇത് പറയാൻ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാത്തൊന്ന് കയറാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഉദാഹരണമൊക്കെ പറയുന്നത്. ഒരു കുഞ്ഞുങ്ങളോട് പറയുന്നത് പോലെയാണ് നിങ്ങളെ വചനം പഠിപ്പിക്കുന്നത്. ഈ ഉറപ്പില്ലാത്ത മരം, അല്ലെ, നല്ല വേരൊന്നും ആഴത്തിലോട്ട് പോകാത്ത മരത്തിന് ഒരു പ്രശ്നമോ തലവേദനയോ ചില രോഗങ്ങളൊക്കെ വരുമ്പോ ഈ മരത്തിന് പെട്ടെന്ന് അവരെന്തൊരു വീണു പോകും. അവർ ഓടും. ഇന്ന് എവിടെ പോട്ടെ, ആരെ നോക്കട്ടെ, എവിടെ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഓടി നടന്ന് കയറുമ്പോൾ നമ്മൾ അവിടെയും ഉറയ്ക്കൂല, ഇവിടെയും ഉറയ്ക്കൂല, വേര് താഴോട്ട് പോകത്തുമില്ല. കാരണം വചനം പറയുന്നു, തൻ്റെ പുത്രന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കണം. ദൈവം വിശ്വസ്തനാണ്. ദൈവം എവിടെയാണോ ആക്കി വെച്ചിരിക്കുന്നത്, എവിടെയാണോ നിങ്ങളെ കയറ്റി ഇരുത്തിയിരിക്കുന്നത്, ആ സീറ്റിനകത്ത് നീ ഉറച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്കൊരു സീറ്റ് ദൈവം ഇട്ടിട്ടുണ്ട്. നീ വിശ്വസ്തനായിരിക്കണം. കാരണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം പറയുന്നു, നീ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം ആരാണ്? വിശ്വസ്തനാണ്. നിങ്ങൾ വരുമ്പോൾ പറയണം, എന്നെ ഇതിനകത്ത് കയറ്റിയത് പാസ്റ്റർ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട് വന്നതല്ല, വണ്ടി വിട്ടു തന്നിട്ടില്ല, പാസ്റ്റർ വണ്ടിക്കൂലിക്ക് 10 രൂപ പോലും തന്നിട്ടില്ല, ഞാൻ എൻ്റെ സ്വന്തം പൈസ മുടക്കിയാണ് ഞാൻ വന്നത്. അത് കാരണം എന്താണ്? ഇതിനകത്തിരുത്തുമ്പോ എനിക്കൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കാം. ഇതിനകത്തിരിക്കുമ്പോ അപ്പന്റെ കൃപ വ്യാപരിക്കും. ഒരു ദൈവ സാന്നിധ്യം പിടിച്ചെടുക്കണം. നമുക്കൊരു കൂട്ടായ്മ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പലരും പറയണം, എനിക്കൊരു കൂട്ടായ്മ ഉണ്ട്. ഒരു സഹോദരി വന്നു, ഒരാൾ 1, 2, 3 വരെയൊക്കെ കൊണ്ടുവന്ന കാര്യം എന്താണ്? ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ട്, ബാ, നമുക്കൊരു കൂട്ടായ്മ ഉണ്ട്. അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കും. നിന്റെ പ്രശ്നം മാറും. പക്ഷെ ഇന്ന് വന്നെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം മാറൂല. അല്ല, ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് പറയണം, വെളിയിറങ്ങി തപ്പി നോക്കാൻ പറയും, ഓ, എല്ലാ പ്രശ്നം മാറൂല. നിന്റെ ഹൃദയം ഉറപ്പിക്കുന്ന അനുസരിച്ചായിരിക്കും വിടുതൽ വരുന്നത്. ചിലപ്പോ ചില കെട്ടും പൂട്ടൊക്കെ കാണും. ഓരോ കെട്ടും പാസ്റ്റർ പൊട്ടിക്കണം പ്രാർത്ഥിച്ച്. ചിലപ്പോൾ നിങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ ബന്ധനം പൊട്ടും. ഈ അകത്ത് കിടക്കുന്ന തിന്നതും തിന്നാത്തതും അവിടെ കിട്ടിയതും ഇവിടെ കിട്ടിയതും അപ്പുറത്ത് വാങ്ങിച്ചതാക്കിയത് എല്ലാം വയറ്റി കിടക്കുകയാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വയറുവേദന.
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭയങ്കര വയറുവേദന. കാര്യമോ, ചുമ്മാ കിട്ടിയത് അവിടെ കിട്ടിയത് ഇവിടെ കിട്ടിയൊക്കെ വാങ്ങിച്ച് തിന്നും കൊണ്ട് വയറ് ഭയങ്കര പ്രശ്നം. ദൈവഹിതമില്ലാത്തതെല്ലാം നിങ്ങളുടെ വയറ്റിലും എൻ്റെ വയറ്റിലും പോയിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വയറ്റിൽ മാത്രമല്ല, നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്തൊക്കെയോ നമ്മളെ വയറ്റിനകത്ത് പോയിട്ടുണ്ട്. ഇതെല്ലാം മാറ്റണം. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ഇളവി കളഞ്ഞാൽ മാത്രമേ ഒരു വചനത്തിനുമേൽ ശുദ്ധീകരണം നടക്കത്തുള്ളൂ. ആദ്യം കൂട്ടായ്മ വരുമ്പോ, ഒരു വിടുതൽ വരുമ്പോ അടുത്ത് പറയാണ് ഒരു കഴുകലുണ്ട്. നിങ്ങളെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കണം, നിങ്ങളെ ഹൃദയം ഉറപ്പിക്കണം. പറയണം, ഞാൻ ദൈവത്തിൽ ഉറച്ചു നിൽക്കാം. ദൈവമേ, എനിക്ക് നിന്നെ ഒന്ന് അറിയണം. ഇന്ന് തീരുമാനമെന്ന് പറയുമ്പോൾ നമ്മളെ സമ്പത്തിലോട്ടൊന്നും നോക്കരുത്. നമ്മളെ ശരീരത്തിലെ വിടുതലാണ് ഏറ്റവും വലിയ വിടുതൽ. അല്ലേ ജോസ് പറയാം, ഏറ്റവും വലുതല്ലേ അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ മേൽ നമുക്ക് എത്ര നന്മ ഉണ്ടെങ്കിലും, എത്ര അനുഗ്രഹം ഉണ്ടെങ്കിലും, ഭക്ഷിപ്പാനും കുടിപ്പാനും എല്ലാം ഉണ്ട്, എല്ലാ സൗഭാഗ്യം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിനൊരു വിടുതലില്ല എങ്കിൽ ദൈവമക്കളെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റൂ. എന്ന് വെച്ചാൽ കോഴിക്ക് തീറ്റ കൊണ്ട് വെച്ച് കോഴിക്ക് വയ്യ, കോഴിക്ക് പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ കോഴിക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, തീറ്റ ഒരുപാടുണ്ട്, നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റൂ. പക്ഷെ ആ അവസ്ഥയോട്ട് വന്ന് നമുക്ക് ഒരു രക്ഷയുമില്ല. ഇന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരായിട്ടല്ല, നമ്മൾ പ്രാപിക്കുന്നവരായിട്ട് നമ്മൾ പ്രാപിക്കണം. നമ്മുടെ ശരീരത്തിന്റെ വിടുതൽ നമ്മൾ എടുക്കണം. ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് ഉറപ്പിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിനെ തകർക്കുന്ന, മനസ്സിനെ മാറ്റുന്ന, നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന, മനസ്സിനെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുന്ന, മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്ന, മനസ്സിൽ നിന്ന് ഇടർച്ച വരുത്തുന്ന, നിങ്ങളെ കൂട്ടായ്മയുടെ ബന്ധം നശിപ്പിക്കുന്ന സാത്താന്റെ ശക്തികളും ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ മനുഷ്യന്റെ മൈൻഡിനെ മാറ്റും. അവൻ കാരണം മൈൻഡ് പല രീതിയിലും പറഞ്ഞു വാശിയത് ഇങ്ങനെ മാറ്റും. ഇല്ല, ആര് എന്തൊക്കെ പറഞ്ഞാലും, എൻ്റെ ഭാഷ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കൃപയുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സതീഷ് സാന്ത്വനമൊന്നും അല്ല, ഒരു യേശുവാണ് പ്രവർത്തിക്കുന്ന ഒരു ആത്മഭാരത്തെ പിടിച്ചെടുക്കണം. ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ഒരു ബ്രദർ അല്ല, ബ്രദറിന്റെ വിശ്വാസികളല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു യേശുവാണ്. നിനക്ക് എതിരായി വരുന്ന ആയുധം, വചനം എന്നോ, ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ല, ഒരനർത്ഥവും നിനക്ക് വരികയില്ല. സങ്കീർത്തനം 91 പറയുന്നു, ഒരനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിലെടുക്കയില്ല. ശത്രു ഒരു വഴി വഴുന്ന 7 വഴിയായിട്ട് മാറിപ്പോകും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടല്. യേശു പറഞ്ഞു, ഭയപ്പെടല്. ഭയപ്പെടുന്ന സംഭവിക്കും. നമ്മൾ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്യം ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. നിങ്ങൾ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഒന്ന് പറയട്ടെ, യേശു അറിയാതെ നിന്റെ കാമ്പൗണ്ടിനകത്ത് വരത്തില്ല, നിന്റെ ശരീരത്തിൽ വരത്തില്ല. ഓരോ പ്രശ്നങ്ങൾ ശരീരത്തിൽ വരുന്നുണ്ടെങ്കിൽ പറ, അത് ദൈവനാമം മഹത്വപ്പെടുവാനാണ്. ഒരു തലവേദന വന്നാലോ, ഒരു നെഞ്ചുവേദന വന്നാലോ, ഒരു കാലുവേദന വന്നാലോ, ഒരു കൈവേദന വന്നാലും പറ, എന്നെ ഇതിലൊന്നും ഒതുക്കാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ ദൈവത്തിന് വിട്ടുകൊടുക്കും, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞ് വിശ്വസ്തനായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടായ്മ വിളിക്കുമ്പോ ദൈവം നിനക്ക് കൂട്ടായ്മ തന്നിട്ടുണ്ട്. ഈ കൂട്ടായ്മയിൽ നീ വിശ്വസ്തനായിരിക്കുക. ഇന്ന് കൂട്ടായ്മയെ ദൈവം നിങ്ങൾക്ക് തരുന്നൊരു കൂട്ടായ്മയുണ്ട്. വിശ്വസ്തനാണ്. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾ വീണ്ടും പറയാണ്, നിങ്ങളെ വിളിച്ചതൊരു പാസ്റ്ററൊന്നും അല്ല വിളിച്ചത്. അത് ആദ്യം മനസ്സിലാക്കണം. എന്നെ വിളിച്ചത് സതീഷ് പാസ്റ്ററൊന്നും അല്ല വിളിച്ചിരിക്കുന്നത്, യേശുവാണ്. ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നുവെച്ചാൽ നിങ്ങളോട് എനിക്ക് വിശ്വസ്ത കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ദൈവത്തിന് കാണിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു ദൈവദാസനും ഒരു ദൈവദാസിക്കും വിശ്വസ്തത കാണിക്കാൻ പറ്റൂല. പക്ഷെ ദൈവം വിശ്വസ്തനെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശു മാത്രമേ വിശ്വസ്തനുള്ളൂ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൂട്ടായ്മയിലാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിനും ഏക അഭിപ്രായത്തിലും യോജിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നാമം ചൊല്ലി പ്രമോദിക്കുന്നു. പൗലോസ് കൊരിന്ത്യർ സഭയോട് ശക്തവും വ്യക്തവുമായി പറയാണ്, സഹോദരന്മാരെ അഭിസംബോധന ചെയ്യാണ്. പ്രിയ സഹോദരന്മാരെ, പൗലോസ് ശക്തമായി പറയുക, പ്രസംഗിക്കുക.
നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിനും ഏക അഭിപ്രായത്തിലും യോജിക്കുകയും വേണം. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ എന്നുവെച്ചാൽ ഏക മനസ്സിനും ഏക അഭിപ്രായം. ഭിന്നത വരുത്തുന്നത് ആരാ? ശത്രുവാണ്. ഭിന്ന അഭിപ്രായം വരാൻ പാടില്ല. നമുക്ക് ഒരേ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ, അത് യേശുവിന്റെ വാക്കാണ്. നിങ്ങളുടെ ഇടയിൽ ഒന്ന് തന്നെ സംസാരിക്കണം. ഒരേ ഒരു വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഒരേ അഭിപ്രായത്തിൽ പോകണം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല, മനസ്സിലാവുന്നില്ല. പല അഭിപ്രായങ്ങൾ ദൈവസഭയ്ക്ക് പാടില്ല. ഹല്ലേലൂയ. നമുക്ക് ഒരേ ഒരു അഭിപ്രായം. അനുഗ്രഹത്തിന്റെ ഒന്നാം പടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ദൈവം തരുന്ന അനുഗ്രഹത്തിൽ നമ്മൾ അഭിപ്രായം. വീട്ടിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമ്പോൾ അപ്പൻ കഷ്ടപ്പെട്ടൊക്കെ പണിയത് വരുമ്പോൾ അമ്മ വേവിച്ച് കഴിക്കും, മക്കളെ ചോദിക്കും ഇതേ ഉള്ളുവാ, ഞാൻ വലിയ ചിക്കനും പ്രതീക്ഷയാ വന്നത്, നോക്കിയപ്പോ കരുവാടാണ് ഇരിക്കുന്നത്. ആദ്യം അമ്മ മൂക്ക് വെത്തു. ഹല്ലേലൂയ. തരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനം നമ്മൾ പോകണം. അത് സഭയിലായാലും കുടുംബത്തിലായാലും. ഇപ്പൊ നിങ്ങളുടെ കെട്ടിയവൻ ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കുന്ന പൈസ കിട്ടിയില്ല, വരുമ്പോൾ നിങ്ങൾ പറയുന്ന സാധനം കിട്ടിയില്ല. ആദ്യം മനസ്സിലാക്കണം, ആ സാഹചര്യ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. കൊണ്ടുവരാത്തോണ്ട് 2 ദിവസം വാതിലടച്ച് പുറത്തിടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കൊണ്ടുവരാത്തോണ്ട് ഇനി നിങ്ങൾ കൊണ്ടുവന്നിട്ടല്ലാതെ ഞാൻ വാതിൽ തുറക്കൂല എന്നും പറഞ്ഞ് വാതിലടച്ച് ഓപ്പൺ എന്നിട്ട് അടച്ചു വെക്കരുത്. അഭിപ്രായങ്ങൾ അത് സഭയിൽ വരുന്ന അഭിപ്രായ കുടുംബത്തിലുമായിരിക്കണം. നമ്മുടെ സഭയ്ക്കകത്ത് എങ്ങനെയായിരിക്കുന്നോ അതുപോലെ ആയിരിക്കണം നമ്മുടെ ഭവനത്തിനകത്ത്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിനകത്ത് നമ്മൾ സാഹചര്യത്തിന് അടിസ്ഥാനം. നിങ്ങളൊക്കെ അങ്ങനെ പോകുന്നവരാണ്, പക്ഷെ പോകാത്ത പല ഭവനങ്ങളുണ്ട്. ഇന്നത് കിട്ടിയാലേ കഴിക്കൂ, ഇന്നതുണ്ടെങ്കിലേ കഴിക്കുള്ളൂ, ഇന്ന പാത്രം തന്നാലേ കഴിക്കത്തുള്ളൂ, ഇങ്ങനെ നിർബന്ധം പിടിക്കുന്ന അവസരമുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു മനസ്സുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവായാലും തറയിലിരുന്ന് കഴിക്കാം. ഹല്ലേലൂയ. ഒരു മനസ്സുണ്ടെങ്കിൽ നല്ല സ്നേഹമുള്ളത് കണ്ടിട്ടുണ്ടോ? നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ബാ നമുക്കൊരു പായിട്. ആമേൻ. ഹല്ലേലൂയ. ഒരു ഇലയൊക്കെ വെട്ടിയിട്ടിട്ട് ഒരുമിച്ച് നിന്ന് കഴിക്കുന്ന ആ അഭിപ്രായം നോക്കണം. അതൊരു ഐക്യതയാണ്, അതൊരു സ്നേഹമാണ്, അതൊരു കൂട്ടായ്മയാണ്, അതൊരു ആത്മീയമായൊരു ബന്ധമാണ്. നിങ്ങൾ സ്നേഹത്തോടെ ഒരു പിടി നിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുമ്പോ, നിന്റെ ദാസിക്ക് നീ വാരി കൊടുത്താലും, നിന്റെ മക്കൾക്ക് ഒരു പിടി വാരി കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ അത് സന്തോഷത്തോടെ കഴിക്കും. നമുക്ക് ഒരേ അഭിപ്രായവും ഒരേ മനസ്സും ഉണ്ടായിരിക്കണം. അത് സഭയ്ക്കാണ്. നമ്മൾ സഭയ്ക്ക് വരുന്ന അഭിപ്രായം, സഭയ്ക്ക് വരുന്ന ഐക്യതയാണ് നമ്മുടെ കുടുംബത്തിനകത്ത് വരുന്നത്. സഭയ്ക്ക് എന്ന് വെച്ചാൽ ചില സഭകളിൽ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ചില അച്ഛന്മാരൊക്കെ പുരോഹിത പ്രസംഗിച്ചിരുമ്പോൾ കമ്മിറ്റിക്കാർ പറയും അച്ഛ ഇങ്ങനെയല്ല പ്രസംഗിക്കേണ്ടത്, നമുക്കിന്ന് കണക്ക് നോക്കിയിട്ട് പ്രസംഗിക്കാം, ഇന്നത്തെ വരവ് ചെലവ് നോക്കിയിട്ട് പ്രസംഗിക്കാം എന്ന് പറഞ്ഞാൽ അച്ഛന്മാരെയും പുരോഹിതന്മാരെയും നിയന്ത്രിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവല്ല, അവിടുത്തെ കമ്മിറ്റിക്കാരാണ്. ഹല്ലേലൂയ. പല സഭകളിലും ഇന്ന് കമ്മിറ്റിക്കാർ കയറി, രാഷ്ട്രീയക്കാർ കയറി, ഇലക്ഷൻ കയറി, പലതും കയറിയപ്പോ ഇന്ന് സഭയ്ക്ക് ഭിന്നിപ്പുണ്ടായി. ഇന്ന് സഭകളിൽ ഇലക്ഷൻ ആയില്ലേ? ഇന്ന് ഒരേ ഒരു നേതാവേ നമുക്കുള്ളൂ. നമുക്ക് ഒരേ ഒരു നേതാവേ ഉള്ളൂ. ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ഒരു നേതാവിന്റെ അഭിപ്രായത്തിൽ പോകാൻ പറ്റുമോ? ഇന്ന് എല്ലാവർക്കും അധികാരവും അല്ലെ അധികാരത്തിന്റെ പദവിയും എന്നുവെച്ചാൽ എല്ലാം എന്നുവെച്ചാൽ മൊത്തത്തിൽ അവർക്കുള്ള ഏറ്റവും കൂടുതൽ ഉന്നത നിൽക്കണമെന്നത്. ദൈവം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പദവി ചെറിയൊരു പദവി ആയാലും അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ആമേ. എല്ലാവർക്കും ആമേ മുഖ്യമന്ത്രിയാവാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും ഒരാൾ മാത്രമേ മുഖ്യമന്ത്രിയാകാൻ പറ്റൂ. ആമേ. എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാൾ ജയിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേ ജയിക്കുമ്പോ അല്ലെങ്കിൽ തോക്കം പറയും അവനെ എങ്ങനെയെങ്കിലും വലിച്ചു തള്ളിയിടണം, എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നമുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരൻ പോലെ ആവരുത് നമ്മുടെ കൂട്ടായ്മ. രാഷ്ട്രീയക്കാരൻ പോലെ കളിക്കുന്ന പോലെ അവസരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊണ്ട് കാലുമാറി നിൽക്കുന്ന അവസരം സഭയ്ക്ക് വരാൻ പാടില്ല. സഭയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കുന്ന പോരികളെ ദൈവം വെച്ച് പൊറുപ്പിക്കത്തില്ല. ഭിന്നിപ്പുള്ള സഭയിൽ ദൈവം പ്രവർത്തിക്കൂല. വേറെ ഒന്നുമില്ല. ഭിന്നിപ്പുള്ള ഏക അഭിപ്രായമുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളുള്ള സഭയിൽ
ദൈവം പ്രവർത്തിക്കത്തില്ല, ദൈവം ഇറങ്ങി വരത്തില്ല, ദൈവം അത്ഭുതം ചെയ്യാറില്ല. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം. കാര്യം ദൈവം ഒരുവനായതുകൊണ്ട് നിങ്ങൾ ഒന്ന് തന്നെ സംസാരിക്കണം. നിങ്ങളുടെ ഇടയിൽ ഭിന്നത വരരുത്. എടുക്കുന്ന തീരുമാനം ഒന്നായിരിക്കണം. നിങ്ങൾ ഏക മനസ്സായിരിക്കണം, ഏക അഭിപ്രായത്തിലായിരിക്കണം, യോജിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളോട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രമോദിക്കുന്നു. കർത്താവ് യേശുവിന്റെ പേര് പറഞ്ഞാണ് ആമേ പ്രമോദിക്കുന്നത്. യേശുവിന്റെ പേര് പറഞ്ഞ് അത് ചെയ്യുമ്പോ അത് എന്നിലേക്ക് വരട്ടെ കർത്താവേ, അത് എന്നിലേക്ക് വരട്ടെ. അപ്പൻ പറയുന്ന വാക്കിന്റെ മേൽ ഞാൻ അനുസരിക്കത്തക്കവണ്ണം, ആ വാക്കിന്റെ മേൽ കീഴ്പ്പെടത്തക്കവണ്ണം ഒരു ദൈവ പൈതലായി തീരുവാൻ, അപ്പന്റെ മകനായി തീരുവാൻ, മകളായി തീരുവാൻ ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അഭിപ്രായം എടുക്കുമ്പോൾ വിശ്വാസിയെ കൂടെ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അല്ല പാസ്റ്ററിന്റെ ഇഷ്ടത്തിന് തോന്നും പോലെ അഭിപ്രായം എടുക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും ഉചിതമായ കാര്യങ്ങൾ പ്രാർത്ഥിച്ച്, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ആദ്യം അപ്പന്റെ കൈ കൊടുക്കും, പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ദൈവ നിയോഗ പ്രകാരം എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് സഭയ്ക്ക് ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ തോന്നും പോലെ എടുത്തു കഴിഞ്ഞാൽ സഭകൾ ഭിന്നിപ്പുണ്ടാവും, അടിയുണ്ടാവും. പാസ്റ്റർ ഒരു പക്ഷത്തില്, വിശ്വാസികൾ ഒരു പക്ഷത്തില്, ദൈവപ്രവൃത്തി വേറെ വ്യത്യസ്തമായി മാറിപ്പോകും. ഇന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കഴിയാതെ കിടക്കുന്നത് പലയിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. കുടുംബത്തിലെ ഭാര്യയും ഭർത്താവായാലും ഒരു മനസ്സായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരു മനസ്സായിരിക്കണം. മക്കൾക്കൊരു അഭിപ്രായം വേറെ, ഭർത്താവിന് അഭിപ്രായം വേറെ. നമ്മൾ ഏത് കാര്യത്തിനും അഭിപ്രായം ഒന്നായി എടുത്തു കഴിയുമെങ്കിൽ അവിടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. അവിടെ ഭിന്നത വരുത്തുവാനിട വരത്തില്ല. നോക്കിയാൽ ഭിന്നത ഭവിക്കാതെ, അവിടെ ഭിന്നത എന്ന് വെച്ചാൽ അവിടെ ഒരു വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഭവനത്തിനകത്ത്, സഭയ്ക്കകത്ത് നിന്ന് പല സഭകൾ, വാർത്താ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പ്രശ്നങ്ങളല്ലേ. ഇന്ന് ഏത് സഭകൾ നോക്കിയാലും സഭകളിൽ പ്രശ്നങ്ങളാണ്, ഭിന്നതകളാണ്, ഇന്ന് പല പ്രശ്നങ്ങളാണ്. ഇത് വരാതിരിക്കുവാൻ നമ്മൾ സഭയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഏക മനസ്സോടെ ഞാനിരിക്കുവാൻ. അവിടെ നമ്മൾ ദൈവത്തിന് ആലയത്തിൽ എന്തിനാ പോകുന്നത്? ആരാധിക്കാനാണ്. നമുക്ക് ആലയത്തില് അധികാരത്തിന് വേണ്ടിയാണോ പോണേ? അല്ല, ദൈവത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനാണ്. ആരാധിക്കുവാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കുക, നമ്മൾ ഒരു മനസ്സോടെ നിൽക്കുക. അതാ പറഞ്ഞത്, ഒരു മനസ്സോടെ നിൽക്കുമെങ്കിൽ അത് വലിയ വിടുതലാവും. നിങ്ങൾ 2 പേരുണ്ടെങ്കിലും, 3 പേരുണ്ടെങ്കിലും, 5 പേരുണ്ടെങ്കിലും, 10 പേരുണ്ടെങ്കിലും, 100 പേരുണ്ടെങ്കിലും, 10,000 പേരുണ്ടെങ്കിലും, ഒരു മനസ്സോടെ നിന്നുകൊണ്ട് നിങ്ങൾ കൈപിടിച്ച് ഒരു മനസ്സ്, നിങ്ങൾ ഏക മനസ്സോടെ ഒരു കൊടക്കീഴിൽ വരുമെങ്കിൽ പരിശുദ്ധാത്മാവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. സഭയിൽ വലിയ ദൈവപ്രവർത്തനം സംഭവിക്കുക. അത് വലിയൊരു ദൈവപ്രവൃത്തി സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾക്ക് വലിയ വിടുതലായി മാറും. പൗലോസിന് കൃത്യമായിട്ട് അറിവിട്ട്, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലൈവയുടെ ആളുകൾ എനിക്ക് അറിവ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സഭയിൽ പിണക്കമുള്ളവരുണ്ട്. ചില പിണക്കങ്ങൾ, ഇഷ്ടമുള്ളവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ ചില പിണക്കങ്ങൾ സഭയിൽ കാണുന്നുണ്ട്. ഈ അറിവ് ക്ലൈവയുടെ ആളുകൾ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. സഭയിൽ പിണക്കം, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്. പുറമേ സ്നേഹമാണെങ്കിലും അകമേ നിങ്ങൾക്ക് പിണക്കമാണെന്ന് പറയുന്നു. പലർക്കും പിണക്കത്തിന്റെ അസമാധാനം അനുഭവിക്കുന്നവർ ഉണ്ട്. ഒരു കുടുംബത്തിനകത്തുനിന്ന് നിങ്ങൾ എല്ലാവരും വരുന്നുണ്ടെങ്കിലും മനസ്സ് നിങ്ങൾക്ക് തുറക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എല്ലാവരും വന്നാൽ എല്ലാവരോട് സ്നേഹത്തോട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം മനസ്സിനകത്ത് പണ്ടത്തെ എവിടത്തെ എന്തൊക്കെയോ മുറിവുകള് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടപ്പുണ്ട്. അതിന്ന് പകൽക്കാലം അത് മാറിപ്പോട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് വന്ന എന്തെങ്കിലും മുറിവുകൾ, ഇന്ന് ആഴത്തിലുള്ള മുറിവുകളെ നീ പ്രാർത്ഥിച്ചതിന് മായ്ച്ചു കളയണം. പിണക്കം ദൈവത്തിന് ഇഷ്ടമല്ല. എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിണങ്ങിയിരുന്നു കൊണ്ട് ഒരു കാരണവശാലും ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ വിടുതൽ വരൂല. ഹല്ലേലൂയ. പിണങ്ങിയിരുന്ന് ഇപ്പം ഭവനത്തിനകത്ത് ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുകയാണ്. ഒരു ഉദാഹരണമാണ്, ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുകയാണ്. ഈ മക്കള് കാണുകയാണ്. ഈ മക്കൾ നിങ്ങളെ കണ്ടാ വളരുന്നത്. മക്കളും വളർന്ന് വലുതായി
അവരൊരു കുടുംബമാകുമ്പോൾ എൻ്റെ പപ്പ എങ്ങനെ ഇരുത്തിയോ അതുപോലെ ഞാൻ ഇരുത്തും. കാരണം അമ്മയുടെയും അപ്പൻ്റെയും സ്വഭാവം കണ്ടാണ് മക്കൾ വളരുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്ന് വാതിലും കുറ്റിയിട്ട് പിണങ്ങിയിരിക്കുന്നവരുണ്ട്. ചിലർ കഴിക്കാനും വരില്ല. എല്ലാവരും ഉറങ്ങിയ ശേഷം ഇറങ്ങും. അതിന് എല്ലാവരും ഉറങ്ങിയിട്ട് പയ്യെ ഡോർ തുറന്നിട്ട് പെട്ടെന്ന് പൂച്ച വന്ന് അടിക്കും പോലെ അടിക്കും, പെട്ടെന്ന് കയറിപ്പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്രയോ കുടുംബത്തിനകത്ത്, ഇന്ന് എത്രയോ ഭവനത്തിനകത്ത്, ഈ സിറ്റിക്കകത്ത് തന്നെ എത്രയോ കുടുംബങ്ങൾ ഭാര്യയുടെ റൂട്ട് വേറെ, ഭർത്താവിന്റെ റൂട്ട് വേറെ, മക്കളാണ് പെട്ടുപോണത്. ആ അപ്പൻ്റെ അമ്മയും അവസ്ഥകൾ നോക്കുമ്പോൾ ദൈവമക്കളെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആത്മീയലൊക്കെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുമായിരിക്കും. പക്ഷെ അത് വരാൻ പാടില്ല, അത് വരാൻ പാടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒരു മനസ്സെടുക്കുന്ന തീരുമാനം ഒരു മനസ്സോടായിരിക്കണം. ഒന്ന്, എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നാൽ ക്ഷമിക്കാനുള്ള മനസ്സാധ്യം വേണം. ആത്മാവിന്റെ 9 ഫലത്തെക്കുറിച്ച് പഠിച്ചവരാണ് ഇന്ന് മുറിയും പൂട്ടിയിരിക്കുന്നത്. കണ്ടാ പോലെ ഒരു വിശ്വാസി കൈ കൊടുക്കൂല. നിങ്ങൾ അടുത്ത് വരുമ്പോ ഒരു വിശ്വാസിക്ക് നിങ്ങൾ അടുത്തൊരു പ്രൈസ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അടുത്ത് വരുന്ന സഹോദരന്മാർക്ക് എത്ര ഒരു പ്രൈസ് കൊടുക്കുന്നുണ്ട്? നിങ്ങളടുത്ത് വന്നിരിക്കുമ്പോൾ പരിചയമില്ലെങ്കിലും ഒന്ന് പ്രൈസിലോ കൊടുക്കണം. ഹല്ലേലൂയ. കാരണം നീ എൻ്റെ സഹോദരനാണ്, നീ എൻ്റെ സഹോദരിയാണ്. ഹല്ലേലൂയ. അല്ല, നമ്മൾ അത്രത്തോളം ആ പ്രൈസിലോ കൈ കൊടുക്കുമ്പോൾ ഒരു ആത്മീയ സ്നേഹം വർദ്ധിപ്പിക്കണം. സഭയിൽ ഒരു ആത്മീയ ബന്ധങ്ങൾ വർദ്ധിക്കണം. ഹല്ലേലൂയ. ഒരു ആത്മീയ ബന്ധം എവിടെ തുടങ്ങണം? സഭയിൽ ആരംഭിക്കണം. ആമേ. പിണക്കം, അത് പിണക്കം പലതിനെ തകർക്കും ഉണ്ടെന്ന് ആളുകൾ, ക്ലൈയുടെ ആളുകൾ എനിക്ക് അറിവ് കെട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരൻ പറയുന്നു, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. നോക്കിക്കോളണം. അടുത്ത് പറയുന്നു, ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ. അടുത്ത് പറയുന്നു, കെയാഫിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നവർ ഹല്ലേലൂയ ഇന്ന് ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന പക്ഷക്കാരൻ, ഞാൻ ഇന്നടുത്ത കൂടെ നിൽക്കുന്നു. ഇന്ന ഗ്രൂപ്പിസം, ഇന്ന് എവിടെയൊക്കെ ഗ്രൂപ്പിസം കയറിയിട്ടുണ്ടോ, ഇന്ന് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പിസം ഉള്ളതുപോലെ ഇന്ന് സഭയിലും ഗ്രൂപ്പിസം തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പ് എവിടെ തുടങ്ങിയിട്ടുണ്ടോ അത് ഹല്ലേലൂയ അനുഗ്രഹത്തിന് തടസ്സമാണ്, വിടുതലിന് തടസ്സമാണ്, ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി വ്യാപരിക്കുന്ന പ്രതികൂലങ്ങളെ നമ്മൾ ഇന്ന് പൂർണ്ണമായി ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ നമ്മൾ എടുത്തു കളയത്തക്കവണ്ണം, കർത്താവേ എനിക്കൊരു ഗ്രൂപ്പിസം വേണ്ട, ഞാൻ ദൈവത്തിന്റെ പക്ഷത്താണ്. ആരുടെ പക്ഷക്കാണ്? പൗലോസിന്റെ പക്ഷക്കാരനാണോ? നിങ്ങൾ അപ്പോലോസിന്റെ പക്ഷക്കാരനാണോ? അല്ല കെയാഫിന്റെ പക്ഷക്കാരനാണോ? ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരനാണോ? ഇങ്ങനെ ഓരോരുത്തരും ഓരോ പക്ഷക്കാരനായി ഇന്ന സഭ ഇന്ന പറഞ്ഞ് അവരെ കൂടെ പക്ഷം ചേർന്ന് ഇന്ന് അനുഗ്രഹത്തിന്റെ മേൽ നിങ്ങൾ അതിനെ വെറുതെ എടുത്ത് കളയുമ്പോൾ, ഇന്ന് ഗ്രൂപ്പിസം കയറുമ്പോൾ നഷ്ടം ആർക്കവരും? നമുക്കവരും. നമ്മുടെ അനുഗ്രഹമാണ് പോകുന്നത്. ഇന്ന് നിങ്ങൾ ആരുടെ പക്ഷത്തും ദൈവമക്കളെ, ഒന്ന് പ്രത്യേകിച്ചും ആത്മീയയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ നുണ കേൾക്കാൻ പാടില്ല. അത് കേൾക്കാനാണ് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടം. 10 നുണ കേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കേട്ടിട്ട് പോണവരെ പിടിച്ചു നിർത്തി കേൾപ്പിക്കുന്ന അനുഭവങ്ങൾ അവർക്ക് ഒരു തിരക്കും കാണില്ല. നമ്മുടെ അനുഗ്രഹത്തെ ചിലവർ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് മാറ്റി ഗ്രൂപ്പിസത്തിലോട്ടിട്ട് 10 കുറ്റം ഒരാളെ പറയുമ്പോൾ, ദൈവമക്കളെ, കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാവൂ, പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ. എന്തെങ്കിലും കേട്ടുകൊണ്ട്, ആരെങ്കിലും കേട്ടുകൊണ്ട് നമുക്ക് എല്ലാവരുടെ മേൽ ഒരുപോലെ വിളമ്പരുത്. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ കേട്ടാലും നിങ്ങളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. കാര്യം എന്താ? അത് പിന്നെ പ്രാർത്ഥിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ദൈവത്തോട് അടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈവഹിതമില്ലാത്ത വാക്കുകൾ നിന്റെ ഹൃദയത്തിനകത്ത് ഒരാൾ പറഞ്ഞാലും അത് വന്നാൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സപ്പെടും. ഹല്ലേലൂയ. നമ്മൾ അവരെ പക്ഷത്തൂടെ ചേർന്നുകൊണ്ട് നമ്മളെ ഒതുക്കാൻ നോക്കിയാൽ നീ പറ, നീ ഒറ്റയ്ക്ക് നിന്നാലും നിന്റെ കൂടെ ഒരു യേശു ഉണ്ട്. എല്ലാവരും സംഘം ചേർന്നാലും ചിലര് വേണ്ടപ്പെട്ടവരെ അടുത്ത് ചേർത്ത് പിടിക്കും. നിങ്ങളുടെ പ്രശ്നം അടുത്തുള്ളവരോട് ചോദിച്ചറിയണേക്കാട്ടിലും ആ പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കണം. ഒരു ആത്മീയന് പ്രശ്നം നേരിട്ട് ചോദിക്കണം, അല്ല മനസ്സിൽ വെക്കരുത്. നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട്,
അല്ല എന്തോ ഒരു കേൾവി കേട്ടു, അല്ല ആരെങ്കിലും പറയുമ്പോ പിന്നെ അങ്ങോട്ട് കാർമേഘങ്ങൾ വന്ന് കൂടി ഒരു മഴ പെയ്തിട്ടല്ലാതെ മാനം തെളിയില്ല എന്ന് പറഞ്ഞ പോലെ വലിച്ച് കെട്ടിവെച്ച് പിന്നെ അങ്ങോട്ട് പോകുമ്പോ കാറ് തുപ്പക്കവും, പിന്നെ ആഹാരം കൊടുക്കുമ്പോ ഒരു വലിച്ച് എറിച്ചിലും, അല്ലേ, കാണുമ്പോ ഒരു നടത്തയും ഒരു നോട്ടവും വല്ലാത്ത ഭാവവും, ഇതൊക്കെ പിണക്കത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. വാതിൽ പിടിച്ച് അടിക്കുക, ഇതൊക്കെ പിണക്കത്തിന്റെ ആത്മാവാണ്. ആരും എനിക്ക് കാണണ്ട, ഇതെല്ലാം പിണക്കത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അതിന് നമ്മൾ പൂർണ്ണമായി ആരെ പക്ഷത്തും ചേരാതെ നിങ്ങൾ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ പക്ഷം ആരെ കൂടെയും നിങ്ങളൊരു ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. ആരെയും നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കരുത്. ഹല്ലേലൂയ. ദൈവസഭയോട് പരിശുദ്ധ പറയാ, പൗലോസ് പറയാ, നിങ്ങൾ ആരെ പക്ഷത്തുമല്ല. അതിനെ വിശദീകരിച്ച് താഴോട്ട് വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. ആമേ, ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കാര്യം സംസാരിക്കുവാൻ ആരെയും കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇതാ താഴോട്ട് പറയുന്നു, ഇവരൊന്നും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവർ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? ഇവർ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കഷ്ട സഹിച്ചിട്ടുണ്ടോ? ഇതാ പറയുന്നു, ക്രിസ്തു വായിച്ചു, ക്രിസ്തു വായിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗയാസിനെയും ഒഴികെ നിങ്ങൾ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കുകയോ? നോക്കിയോ, ഇപ്പൊ അഭിപ്രായം പറയാ, നിങ്ങൾ ക്രിസ്തു ഉപയോഗിക്കപ്പെട്ടോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടോ? സ്നാനമേറ്റോ? എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിച്ചോ? പൗലോസ് പറയാ, എന്നാരും പറയാതെ വണ്ണം. ആമേ, ഹല്ലേലൂയ. ഇവിടെ ക്രൂശിനെ കഷ്ടം സഹിച്ചത് ആരാണ്? പൗലോസാണോ? അല്ല. ഒരു ദൈവദാസന്മാർ പോലും ഒരു ക്രൂശിൽ ആമേ വേദന സഹിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ച യേശുവിനൊന്ന് കാണണം. നമ്മൾ യേശുവിന്റെ പക്ഷത്തിലോട്ടൊന്ന് കയറണം, യേശുവിന്റെ ഭാഗത്തിലോട്ടൊന്ന് കയറണം. നമുക്ക് വേണ്ടി വേദന സഹിച്ചതും നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടമായ യേശുവിനെ നമ്മൾ കാണാം. എന്നുവെച്ചാൽ ഇവിടെ പറയുന്നു, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റ ആരുടെ നാമത്തിലാണ്? പൗലോസിന്റെ നാമത്തിലാണോ? ഇല്ല. യേശു. നിങ്ങൾ സ്നാനപ്പെട്ടവരോട് ചോദിക്കുക, ഞാൻ സ്നാനപ്പെട്ടത് യേശുവിന്റെ നാമത്തിലാണ്. ഇനി നടക്കാൻ പോകുന്ന സ്നാനവും യേശുവിന്റെ നാമത്തിലാണ്. അല്ല, പൗലോസിന്റെ പേര് പറഞ്ഞാണോ സ്നാനം നടക്കുന്നത്? അല്ല. മറ്റൊരു പുരോഹിതന്റെ പേര് പറഞ്ഞാണോ? അല്ല. നമ്മൾ യേശുവിന്റെ നാമത്തിലാണ് സ്നാനം ഏൽക്കുന്നത്. നോക്കിക്കോളാം, എന്റെ നാമത്തിൽ നിങ്ങൾ ഞാൻ സ്നാനം കഴിപ്പിച്ചോ? ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗയാസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേ, ഹല്ലേലൂയ. ഓരോരുത്തരെയും വിളിയുണ്ട്, നമുക്ക് ഓരോരുത്തരും വിളിയുണ്ട്. ദൈവം വിളി തന്ന അനുസരിച്ച് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമുക്ക് ഓരോരുത്തരും വിളിയുണ്ട്. ദൈവം ഏത് നിലവാരത്തിലാണോ വിളിക്കുന്നത്, ദൈവം നമ്മളെ കണ്ടിരിക്കുന്ന ഏത് നിലവാരത്തിലാണ്, നമ്മുടെ വിളി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമുക്ക് പാട്ട് പാടാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ല പാട്ട് പാടണം. ആമേ, ഹല്ലേലൂയ. പ്രസംഗിക്കുവാനൊരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ പ്രസംഗിക്കണം. ദൈവം നമുക്ക് എന്താണോ കൃപ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ ദൈവം ഓരോരുത്തർക്ക് ഓരോന്ന് കൃപ കൊടുത്തിട്ടുണ്ട്. പൗലോസിന്റെ വിളിയെന്ന് പറയുന്നത്, മുഖ്യമായ ഒരു വിളിയെന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുക. ദൈവ പൈതലേ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന നിയോഗം അനുസരിച്ച് നീ പ്രവർത്തിക്കണം. ദൈവം തന്നിരിക്കുന്ന നിയോഗം, ദൈവം തരുന്ന നിയോഗത്തെ നിങ്ങൾ മറച്ചു വെക്കരുത്. ദൈവം തന്നിരിക്കുന്ന കൃപ അനുസരിച്ച് മറച്ചു വെക്കരുത്. ഇത് പാസ്റ്ററിന് മാത്രമാണ് വേണമെന്ന് പറഞ്ഞ് വീട്ടിയിരിക്കരുത്. 10 അടുത്ത് സുവിശേഷം പറയുവാൻ ദൈവം അവസരം തരുമ്പോൾ പറയണം. അല്ല, കിട്ടുന്ന സമയം നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആക്കാതെ ദൈവം, ആമേ, ഹല്ലേലൂയ, എല്ലാവർക്കും ദൈവ നിയോഗങ്ങൾ തന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് മാത്രമല്ല, അല്ല ഒരു ഫാമിലിക്ക് വേണ്ടി മാത്രമല്ല. ചിലർ പറയുന്നുണ്ട്, പാസ്റ്റർ ഒരു കാര്യം ചെയ്യ്, 7 ദിവസം 21 ദിവസം ഉപവസിച്ചോ, എനിക്ക് വേണ്ടി ഒന്ന് ഉപവസിക്കണേ, ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു ഉപവസിച്ചോളാം. പാസ്റ്റർ 7 ദിവസം വേണമെങ്കിൽ ഭക്ഷണമൊക്കെ മാറ്റി വെച്ച് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ചോ, എനിക്ക് വേണ്ടി ഉപവസിക്കണം.
പക്ഷെ ഞാൻ പാസ്റ്ററിന് വേണ്ടി അതിനു വേണ്ടി അവിടെ ഇരുന്ന് കഴിച്ചും കൊണ്ട് ഉപവസിച്ചോളാം. നല്ല സൂപ്പർ ആയിരിക്കണല്ലേ? ഹല്ലേലൂയ, ആമേൻ. ഇന്നത്തെ അങ്ങനെ ലോകം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ അങ്ങോട്ട് സഭയ്ക്ക് വേണ്ടി അങ്ങോട്ട് പീഡിച്ച് അങ്ങോട്ട് കരഞ്ഞ് നിലവിളിക്കുമ്പോ മറ്റവൻ വാഴക്കപ്പം കൂടി കടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ വാഴക്കപ്പൊക്കെ എടുത്ത് പരിസരം കടിച്ച് പാസ്റ്ററിന് മുമ്പ് കൂടെ അങ്ങോട്ട് പോകണം. എന്നിട്ട് അങ്ങോട്ട് ഭക്ഷണമൊക്കെ അങ്ങോട്ട് കഴിച്ച് ചിക്കനെ കഴിച്ച് പല്ലും കുത്തിയിട്ട് അങ്ങോട്ട് ഏലക്കായൊക്കെ ചവച്ചുകൊണ്ട് സൂപ്പർ. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന കൃപ അനുസരിച്ച് നമ്മൾ ഒരു മനസ്സോടെ നമ്മൾ നിൽക്കണം. ഏത് കാര്യത്തിലും ഒരു മനസ്സോടെ നിൽക്കുമെങ്കിൽ അവിടെ ഒരു അസമാധാനം കയറത്തില്ല. നമ്മൾ ദൈവത്തോടിരിക്കണം. ആദ്യം മനുഷ്യനെ നോക്കി നിങ്ങൾ ഒരു കാര്യം ചെയ്യരുത്. മാക്സിമം നിങ്ങളെ പിണക്കത്തെ അനുഗ്രഹത്തിന് തടസ്സമാണ്, ഉയർച്ചയ്ക്ക് തടസ്സമാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, പിണങ്ങി ഇരുന്നു കൊണ്ട് നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല. നിങ്ങൾ പിണങ്ങി ഇരുന്നും കൊണ്ട് യേശുവേ സ്തോത്രം അപ്പാ, യേശുവേ സ്തോത്രം, ആദ്യം നീ നന്നാവും. നിന്റെ ഹൃദയം ഒന്ന് നന്നാവാതെ എത്ര സ്തുതിച്ചാലും സ്തോത്രം ചെയ്താലും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടൂല. ദൈവം ഒരു മനുഷ്യനെ ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ നോക്കും. ഒരു തലമുടി വരെ കർത്താവ് കീറി നോക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വലിയവനും ചെറിയവനെന്നുള്ള വേണ്ട, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഇന്ന് നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ വെറുപ്പായിരിക്കും. ഈ കല്യാണം കഴിയുന്ന മുമ്പേ അപ്പനും മക്കളും ഒരുമിച്ചിരുന്നുകൊണ്ട് ആ കൊച്ചു കൊച്ചു വർത്താനവും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണവും ഒരുമിച്ചുള്ള യാത്രയൊക്കെ ഓർക്കുമ്പോ അവിടെ ഇതിനകത്ത് പെണ്ണുമില്ല, പടക്കോഴിയില്ല, ആരുമില്ല. അപ്പനും മക്കളും സ്വർഗമായി ജീവിച്ചില്ലയോ? ഇന്ന് ആ സന്തോഷം എത്ര ഭവനത്തിനകത്തുണ്ട്? ഇന്ന് ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നിന്റെ സഹോദരനെ ഒരു വീഴ്ച വന്നാലും, അല്ലെന്റെ സഹോദരിക്ക് ഒരു വീഴ്ച വന്നാലും, ഒരു തെറ്റ് വന്നാലും കൃപയുള്ള നീ ക്ഷമിച്ചു കൊടുക്കണം. കൃപയുള്ള വ്യക്തി ക്ഷമിക്കണം. കൃപയില്ലാത്തവർ ക്ഷമിക്കൂല. അവര് വെട്ടാൻ നിൽക്കുന്ന പോത്തിനെ പോലെയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അവർ കുറ്റങ്ങളായിരിക്കും ആരോപിക്കുന്നത്. പക്ഷെ നീ ഒന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉയരുന്നത് നീ ആയിരിക്കും. നീ ക്ഷമിച്ചു കൊടുത്താൽ ദൈവമായിരിക്കും നിന്റെ മേൽ അത്ഭുതം ചെയ്യുന്നത്. അതുകൊണ്ട് പിണക്കം ദൈവസഭയ്ക്ക് ഉചിതമല്ല. ആത്മീയയിൽ ആരാധിക്കുന്ന ബെന്തിക്കോസ് സമൂഹത്തിനോട് പറയുക, ഇന്ന് ബെന്തിക്കോസിന്റെ സമൂഹത്തിലേക്ക് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സമൂഹത്തോട് ഞാൻ പറയുകയാണ്, ഒരിക്കലും പിണങ്ങിയിരുന്നു കൊണ്ട് നിങ്ങൾ എത്ര ഉപവസിച്ചാലും, നിങ്ങൾ പിണങ്ങിയിരുന്നു കൊണ്ട് എത്ര ദൈവത്തെ ആരാധിച്ചാലും ആ പ്രാർത്ഥന കേൾക്കത്തില്ല. നിങ്ങൾ 21 ദിവസം ഉപവസിച്ചാലും പിണങ്ങിയിരുന്നു കൊണ്ട് ചെയ്താൽ നടക്കത്തില്ല, കേൾക്കൂല. കാര്യം സഭയിൽ പിണക്കം പാടില്ല എന്ന് തിരുവചനം വിളിച്ചു പറയുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ശത്രുത്വം ഉണ്ടെങ്കിൽ, നിനക്ക് ആരോടെങ്കിലും ശത്രുത്വം ഉണ്ടെങ്കിൽ നീ ഇന്ന് കൈ കൊടുക്കണം. അവര് പിണങ്ങിയിരുന്നാലും, അവര് നിന്നെ നോക്കി പുച്ഛിച്ചാലും നീ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണം. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമുക്ക് വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം, അത് സംസാരം അങ്ങനെ ആയിരിക്കാം. പക്ഷെ നിന്റെ കുടുംബത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കർത്താവേ, അവരും ഒരു ആത്മീയയിലോട്ടൊന്ന് വരുവാൻ, അവരെ ഹൃദയത്തിനകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവം സംസാരിക്കത്തക്ക വണ്ണം ഹല്ലേലൂയ പൂർണ്ണമായി അവരെ ക്രിസ്തുവിന്റെ കയ്യിൽ കൊടുക്കുക. ഇവിടെ പറയുന്നു, സ്നാനം കഴിപ്പാൻ അല്ലാതെ ഞാൻ സുവിശേഷിപ്പാൻ അല്ല വന്നത്. സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വെറുതെ ആകേണ്ട വാക്ചാതുര്യത്തോടെ അല്ലതാനും. നോക്കിക്കോളാം, ഓരോ വിളിയും ഓരോ തെരഞ്ഞെടുപ്പും ഓരോ ഭക്തന്മാരെ തെരഞ്ഞെടുത്ത പോലെ പൗലോസിന്റെ വിളി എന്താണ്? സുവിശേഷം അറിയിക്കുക. ചിലരുടെ വിളി എന്താണ്? സ്നാനം കഴിപ്പിക്കുക. ചിലരുടെ വിളി എന്താണ്? സഭകൾ സ്ഥാപിക്കുക.
ചിലരുടെ വിളി എന്താണ്? മിഷൻ പ്രവർത്തനങ്ങൾ. ചിലരുടെ വിളി എന്താണ്? ചാരിറ്റി പ്രവർത്തനങ്ങൾ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂശിന്റെ വചനം, 18-ാമത്തെ വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ വചനം കേട്ടിട്ട് നിങ്ങൾ വചനം കേട്ട് അനുസരിച്ച് കയറി വന്നാൽ അത് അനുഗ്രഹമായി മാറും. അല്ലാത്തവർക്കോ അത് പോഷത്വമാകുന്നു. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. ഇന്ന് വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? വചനം നമ്മളെ ജീവിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വചനം പല പ്രതീക്ഷ നൽകുന്നുണ്ട്. വചനം പല ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വചനം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കുവാൻ സഹായിക്കുന്നുണ്ട്. വചനം നമ്മളെ കരം പിടിക്കുന്നുണ്ട്. വചനം നമ്മളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ക്രൂശിലെ വചനം നമ്മെ നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ആമേ. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ഒരുപാട് വചനം കേൾക്കുന്നുണ്ട്. പലരും വചനത്തിലോട്ട് ജീവിക്കുന്നില്ല. പലരും വചനം അറിയാം, പക്ഷെ അതിനോട്ട് കയറി വരുന്നില്ല. അതിനോട്ട് ഒന്ന് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നീ യേശുവിനെ സ്നേഹിക്കണം. വചനത്തിലോട്ടൊന്ന് ഇന്നലെ വരെ പോയ കാര്യങ്ങളെ മാറ്റി വെച്ച് ഇന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് ആര് തീരുമാനിക്കണം? ഞാനല്ല തീരുമാനിക്കേണ്ട. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ തീരുമാനം എടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. പ്രൈസ് ദി ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആര് സമർപ്പിക്കണം? ഈ വചനം കേൾക്കുന്ന നിങ്ങൾ തീരുമാനമെടുക്കണം. ഒരു ദൈവ പ്രവൃത്തി നിന്റെ ശരീരത്തെ സംഭവിക്കണമെങ്കിൽ നിന്റെ ശരീരം വിട്ടുകൊടുക്കല്ല. എൻ്റെ ശരീരം വിട്ടുകൊടുക്കാതെ മറ്റൊരാളുടെ ശരീരം വിട്ടുകൊടുത്താൽ ശരിയാവുമോ? ഇല്ല. നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ഇന്ന് വചനത്തിന് നമ്മൾ താഴ്ത്തി കൊടുക്കണം. ഇന്ന് ഒരു കൂട്ടർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഒരു കൂട്ടർ എന്താണ്? നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് നശിച്ചു പോകുന്നിടത്തല്ല നശിച്ചു പോകുന്നത്. ആമേ. ഹല്ലേലൂയ. ദോഷത്വം രക്ഷിക്കപ്പെടുന്നവനോ ദൈവശക്തിയാകുന്നു. എനിക്ക് എന്ത് വേണം? ഒരു ദൈവശക്തി വേണം. ഈ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. എനിക്ക് ഉയരത്തിലെ ശക്തി വേണം. അപ്പാ, എനിക്ക് ഉയരത്തിലെ ശക്തി വേണം. ഈ ഭൂമിയിലെ ശക്തിയല്ല വേണ്ടത്, ഉയരത്തിലെ ശക്തി വേണം. ഇത് പറയുമ്പോൾ ചിലർ കണ്ണടച്ചങ്ങ് ഇരിക്കുകയാണ്. എന്താ സിസ്റ്ററെ കണ്ണടച്ചിട്ട്? ഞാൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശത്രുക്കളായിരുന്നവർ നിങ്ങൾക്ക് കൈതരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ശത്രുവായി നിൽക്കുന്നവർ നിങ്ങളുമായിട്ട് കൈ കൊടുക്കുന്നു, ഒരുമിക്കാൻ പോകുന്നു. ആമേ. ഹാലെ. കരം അടിച്ചത് ബ്ലസ്സിയെ. നിനക്ക് ശത്രുവായി നിൽക്കുന്നവൻ കൈതരാൻ പോകുക. നിങ്ങൾ ഒരുമിക്കാൻ പോകുന്നു. അങ്ങനെ അനുഭവമുള്ളവർ നിങ്ങളെ കരയിപ്പിച്ച്, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, നിങ്ങളെ കരയിച്ചു, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, ചിലവർ കോടതി കയറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ചാനലിലൂടെ കേൾക്കുന്നത് പറയാ. ചിലർ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, അത് മാത്രമല്ല കോടതിയിലും കയറ്റി. ഭയങ്കര ശത്രുവായി. ആ വ്യക്തിയുമായിട്ട് വന്ന് സോറി പറയാൻ പോവുകയാണ്. ആ തെറ്റി വരുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത പാവത്തെ എനിക്ക് ബോധ്യം വന്നു, എന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞ നിങ്ങളടുത്ത് വന്നുകൊണ്ട് ഒന്ന് കൈ തരാൻ പോകുമ്പോ ദൈവം പറയുന്നു, ഈ കൈ ധൈര്യം മാറ്റിക്കൊട്. നിനക്ക് ശത്രുവായി നിൽക്കുന്നവർ നിനക്ക് മിത്രമായി മാറുകയാണ്. ഇത് എപ്പോഴാ സംഭവിച്ചത്? ക്രൂശിലെ വചനം കേൾക്കുന്നവർക്ക് ഒരു കൂട്ടർ ഉയരത്തിലെ ശക്തി ഇറങ്ങിയപ്പോ, ഒരു കൂട്ടർ രക്ഷയായി മാറുമ്പോ, ഒരു കൂട്ടർ അത് നശിക്കുമ്പോ, ഒരു കൂട്ടർ വചനം ക്രൂശിലെ വചനം നശിക്കുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയുമാകുന്നു. നശിക്കുന്നവർക്ക് പോഷത്വം, വചനം കേട്ടിട്ടും അനുസരിക്കാതെ ലോകത്തിന്റെ പാവപ്രകാരം ജീവിക്കുന്നവർക്ക് നാശവും, അനുസരിക്കുന്നവർക്കോ രക്ഷയായി മാറുന്നുണ്ട്. ആ ശക്തിയാണ് നിന്റെ കുടുംബത്തിന്റെ മേൽ പണിയുന്നത്. ഈ ശക്തിയാണ് നിന്നെ ഒരുമനപ്പെടുത്തുന്നത്. ഈ ശക്തിയാണ് നിന്റെ മേൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ ശക്തിയാണ് നിന്നെ നടത്തുന്നത്. ഈ ശക്തിയാണ് നിന്നെ ഉയർത്തുന്നത്. ഈ ശക്തിയാണ് നിന്നെ പോറ്റുന്നത്. ഈ ശക്തിയാണ് നിന്നെ പരിപാലിക്കുന്നത്. ഹല്ലേലൂയ. ഈ ശക്തി എനിക്ക് വേണം.
ജീവിതത്തിൽ എവിടെയെങ്കിലും താഴ്ച, ഒരിക്കലും രക്ഷപ്പെടുത്തുന്നില്ല. നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, രാത്രിയുന്നില്ല പകരുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ദൈവാത്മാ പറഞ്ഞത് ചില കാര്യങ്ങൾ എടുത്ത് കളയണം. ദൈവപ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്നതൊക്കെ എടുത്ത് കളയണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, എനിക്ക് നന്നാവണമെന്ന് പാസ്റ്റർ വിചാരിച്ചിട്ട് കാര്യമില്ല, വിശ്വാസി വിചാരിച്ചിട്ട് കാര്യമില്ല. സ്വയം തീരുമാനമെടുക്കണം. ചുമ്മാ വാങ്ങിച്ചതിന് ആവശ്യം പോലെ തരും. ക്ലാസ് കണക്കിന് കുപ്പിക്കണക്കിന് ദിവസങ്ങൾ വീട്ടിൽ തരും. പിന്നെ അതുമല്ല, പല മാരക വിഷങ്ങൾ ശംഭുവിന്റെ പേരിലും അതുപോലെ മയക്ക് മരുന്നിന്റെ പേരിലും പല ചോക്ലേറ്റ് ഒക്കെ ആവശ്യമില്ല വരും. കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ചോക്ലേറ്റിന് അടിമയാകരുത്. മക്കൾക്ക് ചോക്ലേറ്റിന് അടിമയാകരുത്. അതുമല്ല, ഈ ലോകത്തിന്റെ ലഹരി. ഇന്ന് ഒരുത്തന് എഴുച്ചിരിക്കാൻ നിക്കറിട്ടിട്ട് അവന്റെ ബെൽറ്റ് ഇട്ടിരിക്കണില്ല, അവൻ വലിച്ചു പിടിക്കുന്ന റോക്കറ്റ് പോലത്തതാ. അവൻ ഒരു കൈ കൊണ്ട് നിക്കറെ വലിച്ചു കയറ്റുകയും ഒരു കൈ കൊണ്ട് സീർട്ട് വായിക്കാത്ത വെക്കുമ്പോ അവനെ തകർക്കുന്ന പാവം അവനെ കവർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സിഗരറ്റിലൂടെ വരാൻ പോകുന്നത് അവന്റെ ഹാർട്ടിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊരു വിടുതൽ നിന്റെ കൂട്ടുകാരത് ചെയ്യും, നിന്റെ കൂട്ടുകാരി അത് ചെയ്യും. ഇന്ന് പല അടിമപ്പെട്ട് പാപത്തിൽ നിന്ന് നശിച്ച് നിന്നെ നശിപ്പിക്കുവാൻ പാപം പലതും മോടി ആയിട്ട് പലതിനെ മോഹിപ്പിക്കുന്നെണ്ണം. ഈ ലോകത്തിന്റെ പാപങ്ങൾ മാടി വിളിക്കുമ്പോ വചനം കേൾക്കുന്നവർക്കോ അമ്മേ ക്രൂശിലെ വചനം നശിക്കുന്നവർക്ക് പോഷത്വവും രക്ഷിക്കുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. നീ വിട്ടുവരേണ്ടത് വിട്ടുവരണം, വിടേണ്ടത് വിടണം. ഇന്ന് ഉയരത്തിലെ ശക്തി പലതിന്റെയും വിടുതലായി ഇന്ന് ആരംഭം കുറിക്കണം. നിന്നെ ഒരു പാപത്തിന്റെ ശക്തിയും നിന്നെ പിന്തുടരരുത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, എനിക്കൊന്നും നന്നാവണമെന്ന് അപ്പ എന്ന് നിന്റെ ഹൃദയത്തിൽ തീരുമാനമെടുക്കണം. ഇന്ന് നിന്റെ വീട്ടുകാർ തീരുമാനമെടുത്താൽ പോരാ, സ്വയം തീരുമാനമെടുക്കണം. ഇന്ന് സ്വയം തീരുമാനമെടുത്ത് എല്ലാം ക്ഷമിക്കുവാനും എല്ലാം പൊറുക്കുവാനും മനസ്സെടുത്തിട്ട് പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ മടക്കാൻ പറ്റുമോ? ഇന്ന് തീരുമാനമെടുക്കണം. എനിക്ക് ഒരു ദിവസം 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന എത്ര സഹോദരന്മാരുണ്ട്. മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നവരുള്ളതിനായി സ്തോത്രം. ഒരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാത്ത സഹോദരിമാർ ലോകത്തുണ്ട്. 1 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. 1 മിനിറ്റ് പോലും ദൈവത്തെ ഓർക്കാത്തവരുണ്ട്. ഓർക്കാത്തവരുണ്ട്. ഞാൻ ഓർക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ തിരിഞ്ഞ് ദൈവം നടത്തുന്ന വിധങ്ങളും ദൈവം പോറ്റുന്ന വിധങ്ങളും ഇന്ന് ഓർക്കണം. നമുക്ക് പിമ്പിൽ നമ്മുടെ ബാക്കിൽ പിശാച് നുണയായിട്ട് വരും, കള്ളത്തരമായിട്ട് വരും, അടിയുണ്ടാക്കാൻ വരും, പ്രശ്നമായിട്ട് വരും, ശത്രുത്വമായിട്ട് വരും. നിന്റെ കൂട്ടായ്മയെന്ന് വലിച്ചുകൊണ്ട് പോകാൻ നോക്കും. ഇത് നകപ്പെട്ടു പോകാതെ ഇന്ന് ക്രൂശിലെ വചനം നശിച്ചു പോകുന്ന പോഷത്വവും രക്ഷിക്കും നമുക്കോ ദൈവശക്തിയും ക്രൂശിലെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം വിളിച്ച ദൈവം പറയണം, വിശ്വസ്തനാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ് എങ്കിൽ നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. ദൈവം വിശ്വസ്തനാണെങ്കിൽ നീയും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി മാറണം. ഇന്നലെ വരെയും വിശ്വസ്തനല്ല, ആത്മീയയിൽ വിശ്വസ്തനല്ല. ഇന്ന് നിങ്ങൾ വിശ്വസ്തയോടെ നിങ്ങൾ കയറുമെങ്കിൽ നിങ്ങളെ കുറവും ബലഹീനൊക്കെ ഏറ്റു പറഞ്ഞ് അപ്പനോടൊരു മനുഷ്യനോടല്ല പറയേണ്ടത്, ദൈവസ്ഥലിൽ കരയുവാൻ മുഴങ്കാൽ മടക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. പുതിയ ഒരു ജീവിതം നിങ്ങളുടെ മേൽ തരുവാൻ ആർക്ക് പറ്റും? യേശുവിന് പറ്റും. ഇന്ന് മറ്റുള്ള വിശ്വാസികളെ പോലെയും മറ്റുള്ളവരെ പോലെയും മനുഷ്യനെ നോക്കിയും നിങ്ങൾ ഒരു കാരണവശാലും ആരെ പക്ഷത്താണ്? പൗലോസിന്റെയും. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പോസ്തലന്റെ പക്ഷക്കാരൻ, അതുപോലെ കെയാഫിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ, ഓരോരുത്തർ അവകാശങ്ങൾ പറയുന്നതിനെ മാറ്റി നിങ്ങൾ യഥാർത്ഥമായിട്ട് യേശുവിന്റെ പക്ഷക്കാരനായി തീർണം. നമുക്ക് ഒരേ ഒരു പക്ഷമാണുള്ളൂ, യേശു എന്ന പക്ഷം. ഈ ഒരു കൃപയ്ക്കകത്ത് ഇറങ്ങുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും
വലിയ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളും ദൈവം ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി സമർപ്പിക്കുക. നിങ്ങൾ യേശുവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുക. ഇന്ന് ഇതിനകത്ത് വിടുതൽ വ്യാപരിച്ചു, ഇതിനകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇതിനകത്ത് രോഗശാന്തി നടന്നിട്ടുണ്ട്. ഒരു ദൈവദാസന് കൈവയ്ക്കണ്ട, ഇതിനകത്ത് അപ്പൻ നിങ്ങളെ കൈവച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ദൈവ സാന്നിധ്യത്തിൽ സഭ ആരാധിച്ചു. ആമേ, ഹല്ലേലൂയ, ആമേ. അനുഗ്രഹത്തെ പൂർണ്ണമായി ദൈവകരയിൽ കൊടുക്കാം. ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധ പിതാവേ, നല്ല കൃപയ്ക്കായി സ്തോത്രം. ഇതുവരെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് സൂക്ഷിപ്പുള്ള ഭാഗ്യത്തിനായ സ്തോത്രം. ദൈവാത്മാവ് ഇടപെട്ടനായ സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അങ്ങ് പകർന്നിരിക്കുന്ന ശക്തിക്കായി സ്തോത്രം. ഇന്ന് എല്ലാവരുടെ മേലും, ഈ ചാലൂടെ ആയിരിക്കും എല്ലാവരുടെ മേലും ദൈവം പകരുന്നതിനായ സ്തോത്രം. മഹത്വം എടുക്കണം, എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. യേശു നാമത്തിൽ തന്നെ. ആമേ. ഗോഡ് ബ്ലെസ് യു. ആമേ.